ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 3 പ്ലാന്റിങ് ഐഡിയാസുമായിട്ടാണ് വരുന്നത്. മിനി പ്ലാന്റിങ് ഐഡിയാസ്, ചെറിയ സംഭവം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് സിംലാക്കിൻ്റെ നിയോഷ്യൂറിൻ്റെ ഡബ്ബയാണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള സംഗതികളാണ് 3 ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒന്നാമത്തേതിനകത്ത് നമ്മൾ സാധാരണ കാണാറുള്ള പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഫെവിക്കോളും വാട്ടറൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ച് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ശരിയാക്കി എടുക്കാം. ഉണക്കാൻ വെച്ചിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ റോളാണ്. ആ റോള് ടിഷ്യൂ പേപ്പർ തീർന്നപ്പം അതിൻ്റെ അകത്തുള്ള ആ ഒരു പൈപ്പ് പോലത്തെ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് 3 പീസ് ആക്കിയേക്കും. അത് ഈ ഒരു സിംലാക്കിൻ്റെ ബോട്ടിലിൻ്റെ ഇതിൻ്റെ സ്റ്റാൻഡായിട്ട് വെക്കാനായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ഈസ്തറ്റിക്കാണ് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. അത് സിമ്പിളാണ്. എല്ലാം രണ്ട് ടൈപ്പിനകത്ത് ഞാൻ ഈസ്തറ്റിക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിളാണല്ലോ, അതാകുമ്പം പിന്നെ വേറെ പ്രത്യേകം പടങ്ങൾ വരച്ച് വലിയ പരിപാടിയൊന്നും നടത്തണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊക്കെയോ ചേരുന്നെന്ന് തോന്നിയ കളേഴ്സൊക്കെ വെച്ച് കളവള എന്ന് പറഞ്ഞുള്ള കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഒരു പൂവും ഒരു വലിയ തണ്ടിലെ ഇലകളുമൊക്കെ വരച്ച് വെച്ച് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു. സംഗതി സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റാൻഡിലൂടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതോടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു പോട്ട് ഇവിടെ സെറ്റാവും. പിന്നെ അതിലൊരു ചെടിയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡോറായിട്ട് നമുക്കിത് ഒരു പോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലാദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇത് ആദ്യത്തേത് നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഐറ്റത്തിന് വേണ്ടിയത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് ഇന്നതൊന്നുമില്ല, എനിക്ക് കിട്ടിയത് സ്പ്രൈറ്റിൻ്റെയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഓപ്പണിങ് ഒരു സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെടി നടണമല്ലോ, അതിന് വേണ്ടി. പിന്നെ താഴെയായിട്ട് ഞാൻ 2 കിഴുത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞാൽ മുളയോ ഈറയോ അതിൻ്റെ എന്തെങ്കിലും ഒരെണ്ണത്തിന് ഉണങ്ങിയ ഇത്തരം കമ്പുകളുണ്ടല്ലോ, കുഞ്ഞത് ചെറിയ ടൈപ്പ് കമ്പുകളാണ് വേണ്ടിയത്. ആ കമ്പുകൾ ചുള്ളിൽ പോലെ ഇരിക്കുന്ന കമ്പുകൾ, ആ കമ്പുകൾ തന്നെ ഇങ്ങനെ ടേപ്പേ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുപ്പിയുടെ ഷേപ്പ് കാരണമാണ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ആദ്യം കൊടുക്കുന്നത്. പിന്നെ അതൊരു പ്രശ്നമല്ല, അതിന് പുറമെയായിട്ട് നമ്മൾ കയറിട്ട് നമ്മൾ ചുറ്റുന്നുണ്ട്. പിന്നെ നമ്മളിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടും കയറുകൾ 2 സൈഡിലായിട്ട് കെട്ടി തൂക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതും കൂടെ കംപ്ലീറ്റ് ആകും. എല്ലാം സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ്. അത് നമ്മൾ ചെടിയൊക്കെ വെച്ച് സെറ്റാക്കി ഇട്ടു. അപ്പോൾ അങ്ങനെ രണ്ടാമത്തേതും കംപ്ലീറ്റായി. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗട്ടിൻ്റെ 2 ഡബ്ബകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈസ്തറ്റിക്കിന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈസ്തറ്റിക്കായിട്ടുള്ള പെയിൻറ്റിങ് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചിലവല ചെയ്ത് കൊടുക്കുന്നു. ആദ്യത്തെ കുഞ്ഞു പോട്ടിനകത്ത് കുഞ്ഞു ഡബ്ബ യോഗട്ടിൻ്റെ ഡബ്ബയാണല്ലോ, പോട്ടാക്കിയിട്ട് വന്നല്ലോ. ആദ്യത്തേതിനകത്ത് ചെറുതിനകത്ത് ഞാനൊരു കള്ളിമുൾച്ചെടിയുടെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതിനകത്ത് ഒരു ഈ പുള്ളി ഇലയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പുല്ല് പോലൊക്കെ നിൽക്കുന്ന പോലെ, അങ്ങനെ. അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിനകത്ത് പുല്ലൊക്കെ നിൽക്കത്തില്ലേ, ആ വെള്ളത്തിനകത്ത് നിൽക്കുന്ന ആ പച്ചപ്പ്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ രീതിയിലൊക്കെ ഉള്ളത്. ഇന്നതൊന്നൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതോടെ കഴിയുമ്പോൾ അടുത്ത ട്രിപ്പിൽ ഏകദേശം കംപ്ലീറ്റായി. ഇതിനകത്തുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കറും കൂടെ അതിനകത്തോട്ട് ഒട്ടിച്ച് വെക്കുക. കോട്ടുള്ളതാണ്. അപ്പോൾ അത് പ്ലാന്റിങ്ങിനെ പറ്റിയുള്ള കോട്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അതെടുത്ത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടിച്ചാൽ പേപ്പർ അതിനോട് ചേർന്ന് നല്ലോണം ഇരിക്കും. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നിടം വരെ ടാറ്റ.